കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വസ്ത്രവ്യാപാരശാലയിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 15 യൂണിറ്റ് അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം തുടരുന്നു. 1.25 മണിക്കൂർ പിന്നിടുമ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ പ്രധാനപ്പെട്ട ആശങ്കയാണ്. പുതിയ ബസ് സ്റ്റാൻഡിനോട് സമീപമായതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമായിരുന്നു. പക്ഷേ തീ പിടിക്കുന്നത് കണ്ട ഉടൻ തന്നെ ആളുകൾ സുരക്ഷിതമായി അവിടെ നിന്ന് മാറിയത് വലിയ അപകടം ഒഴിവാക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ തീ അണയ്ക്കാൻ ഇനിയും കഴിയുന്നില്ല എന്നത് ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഒപ്പം തന്നെ ദീപക് ധർമ്മടവും അവിടെ നിന്നുള്ള പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഇടവേളക്ക് മുൻപ് പറഞ്ഞു നിർത്തിയതിന് സമാനമായ രീതിയിൽ, അതായത് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. നിലവിൽ ജില്ലയിലെ മുഴുവൻ ഫയർ യൂണിറ്റുകളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൂടാതെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഫയർ യൂണിറ്റുകൾ വന്ന് തീ അണയ്ക്കാനുള്ള പരമാവധി ശ്രമം നടത്തിയെങ്കിലും തീ കൂടുതലായി ആളിപ്പടരുകയും അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് കത്തിപ്പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഫയർ യൂണിറ്റുകളിലെ വെള്ളം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. തുടർന്ന് ഈ ഫയർ യൂണിറ്റുകൾ വെള്ളം നിറയ്ക്കാനായിട്ട് പോയി. അതിനിടയിൽ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തിയിട്ടുണ്ട്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഊർജിതമായി ഈ രക്ഷാപ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുറെ കൂടി ഊർജിതമായി നടത്താൻ സഹായകരമാകുന്നു. അതുകൊണ്ട് തന്നെ തീ ഇത്രയും ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തുന്നു. കൂടുതൽ വെള്ളം ചീറ്റിക്കൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഹദ്, പറഞ്ഞോളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടായ ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാമ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അതും നിലവിലെ സാഹചര്യത്തിൽ മതിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ. കാരണം തീ മറ്റിടങ്ങളിലേക്ക് കൂടി, അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി ആളിപ്പടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ ഈ തീ കിടത്തുന്നത് മൊത്തം പുറത്തുള്ള തീയാണ്. അതായത് ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തീയാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കെട്ടിടത്തിനകത്ത് അത് വലിയ രീതിയിൽ തീ ഇപ്പോഴും ആളിക്കത്തുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് തീ കിടത്തി കഴിഞ്ഞാൽ മറുഭാഗത്ത് അതിനേക്കാൾ, അതായത് നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ ശക്തിയിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ കെട്ടിടം പൂർണ്ണമായും ഇപ്പോൾ അഗ്നിക്കിരയായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. മാത്രമല്ല, ഈ പ്രദേശത്ത് വൈദ്യുതി അത് പൂർണ്ണമായിട്ടും നിലച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ബസ്സുകൾ, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ, അതായത് ചില ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചു. പക്ഷേ ആളുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ആളഭയം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ കോഴിക്കോട് കണ്ടതിൽ വെച്ച്, നമ്മൾ മിഠായിത്തെരുവ് തീപിടുത്തമൊക്കെ കണ്ടതാണ്, പക്ഷേ അവിടത്തിനേക്കാൾ ഒരുപക്ഷെ 10 മടങ്ങ് ശക്തിയോട് കൂടിയിട്ടുള്ള തീപിടുത്തമാണ് ഇപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തീ ഒരു രീതിയിലും കെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ പ്രധാനമായിട്ടും തുണിക്കടകളാണ്, അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള കടകളാണ് ഉള്ളത്. അതിൽ ഈ മുകളിലത്തെ ഭാഗം പൂർണ്ണമായിട്ടും തുണികൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ, അതുപോലെ തന്നെ തുണിക്കടകളാണ്. ആ തുണികൾക്ക് തീ പിടിച്ച് അത് മറ്റിടങ്ങളിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് കൂടുതൽ ആളിപ്പടരാൻ കാരണം, മറ്റിടങ്ങളിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഉള്ളിൽ നിന്ന് തീ വീണ്ടും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. ആ പുറത്തേക്ക് വരുന്ന തീ അണയ്ക്കാനുള്ള കഠിന ശ്രമമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ഇതിനോടകം ഫയർഫോഴ്സിനെ ഈ മേഖലയിലേക്ക് വിളിച്ചു കഴിഞ്ഞു. ആ ഫയർഫോഴ്സുകളൊക്കെ വരികയും ചെയ്തു. അവരെ കൊണ്ട് കഴിയാവുന്നത്ര, അത് സാധ്യമായ രീതിയിൽ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഏകദേശം 1.5-2 മണിക്കൂറിലധികമായിട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ഭാഗത്ത് തീ കത്തുമ്പോൾ മറുഭാഗത്ത് അതിനേക്കാൾ വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ ഭാഗം നേരത്തെ ഫയർഫോഴ്സ് പരമാവധി തീയൊക്കെ അണച്ച ഒരു ഭാഗമാണ്. അതേ സമയത്താണ് മറ്റൊരു ഭാഗത്ത് വീണ്ടും തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ആ ഭാഗത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. തൊട്ടുപിറകെ നേരത്തെ എവിടെയായിരുന്നോ കത്തിയിട്ട് അണച്ചിട്ടുണ്ടായിരുന്നത് അതേ ഭാഗത്ത് വീണ്ടും കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അതായത് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വന്നിട്ടുള്ള ഫയർ യൂണിറ്റുകൾ പലതും ഇത്തരത്തിൽ വെള്ളം തീർന്ന് അത് ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയായിരുന്നു. നിലവിൽ ഇപ്പോൾ ട്രാഫിക് എല്ലാം പൂർണ്ണമായിട്ടും കൺട്രോളിലാണ്.
പോലീസിന്റെ കൺട്രോളാണ് ട്രാഫിക് ഉള്ളത്. അതുകൊണ്ട് ഫയർഫോഴ്സിന് യഥേഷ്ടം വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി എടുക്കാനും തിരിച്ചു വരാനുമുള്ള സൗകര്യം നിലവിലെ സാഹചര്യത്തിലുണ്ട്. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രതിസന്ധി, ഈ ഉള്ളിലെ തീ കെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അതിന് കുറേ അധികം നിയമങ്ങളുണ്ട്. ഫയർ യൂണിറ്റുകൾ യഥേഷ്ടം അതിനുള്ളിലേക്ക് കയറി ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം പാടെ ലംഘിക്കുന്നതായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അതാണ് ഇത്തരത്തിൽ ഈ തീപിടുത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒട്ടുമിക്ക ആളുകളും തുണികളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് വരുന്നൊരു കെട്ടിടമാണ്. ആ സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ പടികളിൽ, അതായത് നമ്മൾ മുകളിലേക്ക് കയറുന്ന പടികളിൽ വരെ ഇത്തരത്തിൽ തുണികൾ കൂട്ടിയിട്ട് അല്ലെങ്കിൽ സംഭരിച്ച് അല്ലെങ്കിൽ ലോഡ് കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്രയും തിക്കി തിരക്കി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. പക്ഷേ വിശാലമായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുമാണ് അതേസമയം തന്നെ. എന്നാൽ ഇത്തരത്തിൽ തുണികൾ വ്യാപകമായിട്ട് കുത്തി നിറച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിന് ഇതിനകത്ത് കയറുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതാണ് നിലവിൽ ഇവിടുത്തെ പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ക്യാമറമാൻ മുനീഫ് തിരൂരാണ്. മുനീഫ് തിരൂർ ഒരുപക്ഷെ ദൃശ്യങ്ങൾ കുറെ കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നും തീ ഇപ്പോഴും ആളിപ്പടരുന്ന അല്ലെങ്കിൽ തീ കത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം നേരത്തെയൊക്കെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ തീ അണച്ചതാണ്. ആ അണച്ച സ്ഥലത്താണ് വീണ്ടും ഉള്ളിൽ നിന്ന് തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പോഴും ഫയർഫോഴ്സ് ഇവിടേക്ക് യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഇവിടെയുള്ള വൈദ്യുതി പൂർണ്ണമായിട്ടും താറുമാറായിട്ടുണ്ട്. ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും വൈദ്യുതി നിലച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി അതുകൂടി മറികടന്നാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇവിടുത്തെ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വൈകിട്ട് 4:50 കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സമയമായിട്ടും ഇത്തരത്തിൽ തീപിടുത്തത്തിന്റെ ഒരു ഭാഗം പോലും, അതായത് ഇതിന്റെ ഒരു ഭാഗം പോലും പൂർണ്ണമായിട്ടും അണയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. കാരണം തീ ഉള്ളിലാണ് ആളി കത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ. അതായത് ഇവിടെ പൂർണ്ണമായിട്ടും ഈ പുക കൊണ്ട് ഈ മേഖലയാകെ, അതായത് കോഴിക്കോട് നഗരമാകെ പുക നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ തീ പുക അത്രയും അധികം മുകളിലേക്ക് ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറെ കൂടി ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. കുറെ കൂടി ഇരുട്ടായിരിക്കുന്നു, ഇരുട്ട് വീണിരിക്കുന്നു. ആ ഇരുട്ട് വീണ ഘട്ടത്തിൽ ആ തീയുടെ ഒരു ഭയാനത അല്ലെങ്കിൽ ആ തീയുടെ ഒരു നേർചിത്രം അത് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായും വ്യക്തമായും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ അകത്ത് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത് അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യഘട്ടത്തിൽ ഇവിടെയുള്ള സമീപത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അഭ്യൂഹം. അത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. അതിലൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ തീപിടുത്തം പൂർണ്ണമായും അണച്ചു കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഇതാ ഇരുട്ട് മൂടിയിരിക്കുന്ന ഈ ഇരുട്ടിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അതായത് വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൗത്യം അത് ഇനിയും നീളും. പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ഇതുവരെ ഫയർ യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഈ വെള്ളം എത്തിക്കാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും നേരത്തെ എങ്ങനെയായിരുന്നു കത്തിയിരുന്നത് അതിനേക്കാൾ 10 മടങ്ങായിട്ട് ഇപ്പോഴും തീ കത്തുകയാണ്, തീ ആളിപ്പടരുകയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. എന്തായാലും പരമാവധി ഇപ്പോൾ അതായത് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന അല്ലെങ്കിൽ തീ കെടാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി ഇവിടെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് മാറ്റുന്നുണ്ട്. നേരത്തെ ഈ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും പരമാവധി ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇവിടെ നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഈ മിൽമ ബൂത്തിന് സമീപവും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിലും ഒക്കെ ആയിട്ട്. പക്ഷേ ആളഭയം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും തീപിടുത്തം അതിന് അഴവ് വന്നിട്ടില്ല. അത് ഇപ്പോഴും ആളി കത്തുകയാണ്. പുക വലിയ രീതിയിൽ ആകാശത്തേക്ക് പടരുന്നത് നമുക്ക് കാണാം. ഗോപികൃഷ്ണൻ.